ചെറുക്കന് ഒരു പെണ്ണിനെ ഇഷ്ടമായി, കല്യാണം കഴിക്കുവാണെങ്കിൽ അവളെ മാത്രമേ കഴിക്കൂ എന്നുള്ള ഉറച്ച വാശി നിൽക്കുവാണ് നമ്മുടെ പയ്യൻ. അങ്ങനെ പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഈ പെണ്ണിൻ്റെ വീട്ടിൽ വരികയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ പെണ്ണിൻ്റെ അച്ഛൻ തന്നെ പറയട്ടെ. എൻ്റെ അമ്മയെ കരയിച്ച് ഇറക്കിയവളെ ഞാൻ എന്തായാലും കൂടെ കൂട്ടി തീക്കും, പ്രതിഫലം ചെയ്യുന്നു. എന്നുവെച്ചാൽ അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയോണ്ട്. പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ചെറുക്കൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. പെണ്ണിനെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ടു നിന്ന ചെറുക്കൻ അവിടെ നിന്നുകൊണ്ട് ഒരു ഉഗ്രം പ്രതിജ്ഞ എടുക്കുകയാണ്. ഞാൻ അവളെ കെട്ടുകയും ചെയ്യും, ഒരാളെ തട്ടുകയും ചെയ്യും. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു കേട്ടോ. അവളെ കെട്ടി, പക്ഷേ ഒരാളെ തട്ടി. ആരെയായിരിക്കും അവൻ തട്ടിയത്? തിരുവനന്തപുരം വിളപ്പിശാല ഗ്രാമത്തെ ഞെട്ടിച്ച ആ സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെയൊക്കെ സാഹചര്യവും സാമ്പത്തിക ചുറ്റുപാടും അറിയുള്ള എളുപ്പ വഴി എന്താണെന്ന് അറിയാമോ? നമ്മുടെ വീട് നോക്കിയാൽ മതി അല്ലേ. അവൻ ആരാണ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വീട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പശ്ചാത്തലം കിട്ടും. പക്ഷേ ഈ വീട് നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും പശ്ചാത്തലം കിട്ടുന്നുണ്ടോ? നമുക്ക് ഈ വീടിങ്ങനെ ആ ഗേറ്റൊക്കെ തുറന്ന് അകത്തോക്ക് പ്രവേശിക്കുകയാണ്. തേക്കാത്ത അല്ലെങ്കിൽ പായൽ പിടിച്ച ഒരു വൃത്തികെട്ട വീട് അല്ലേ. ഇതൊന്നുമില്ല കാഴ്ച. ഇനി നമുക്ക് ഇതിൻ്റെ പിറകിലേക്ക് പോകും. വീടിൻ്റെ പിറകിലേക്ക് പോകുമ്പോൾ നിറച്ച് മത്തി കുപ്പികൾ, കാട് പിടിച്ച് കിടക്കുന്നു, ഒരുപാട് ഇഴജന്തുക്കളുണ്ട്, തൂത്തുവാരിയിട്ടില്ല. ആകപ്പാടെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ ഏകദേശം പിക്ചർ കിട്ടി കാണുമല്ലോ. ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ പറ്റി നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടി കാണുമല്ലോ. അതാണ് ആൾ. ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവിൻ്റെ പേരാണ് രതീഷ് രാജാവ്. ഭീകരനാണ് അവൻ. കൊടും ഭീകരൊന്നും സലീംകുമാർ പറയുമല്ലോ, അമ്മാതിരി ഭീകരനാണ് അവൻ. ഇവൻ്റെ പേര് കേട്ടാൽ തന്നെ ആളുകൾ കിട്ടാന്ന് വിറയ്ക്കും. ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഞങ്ങൾ ഈ രതീഷിനെ പറ്റി ഏകദേശമൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാൻ വയ്യ. കാരണം ഇവൻ്റെ പേര് തന്നെ ഒരു പേടിയാണ്. ഈ വീട്ടിൽ അവൻ്റെ 2 സഹോദരങ്ങളുണ്ടായിരുന്നു, അവൻ്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ ആരും ഇവനെ പേടിച്ച് ആ വീട്ടിൽ നിൽക്കാറില്ല. അമ്മയൊക്കെ ജീവൻ കൊണ്ട് എവിടെയോ ഓടി രക്ഷപ്പെട്ട്, സഹോദരങ്ങളുണ്ട്, അവരെവിടെയോ പോയിരിക്കുവാണ്. അങ്ങനെ ഇപ്പോൾ ഈ വീട്ടിൽ മൊത്തത്തിൽ അവൻ തന്നെയാണ് താമസം. അത്യാവശ്യം മദ്യപാനവും കൂട്ടുകാർ വരക്കലും പോക്കലും ഒക്കെ ആയിട്ട് ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളാണ് ഈ രതീഷ്. ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. കാപ്പ കേസ് വരെ ഉണ്ടെന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ ഒരു ആളുടെ ഒരു പ്രവൃത്തി എന്താണെന്ന്. അങ്ങനെ ഒരുപാട് കേസുകളിൽ, പല തരത്തിലുള്ള കേസുകളിൽ സമ്പന്നമായ ജീവിതമാണ് നമ്മുടെ രതീഷ് ഈ വീട്ടിൽ നയിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് പോയ സമയത്ത് അതിന് മുറ്റമൊക്കെ കാട് കയറി, പുല്ലൊക്കെ പിടിച്ച് കാട് കയറി കിടക്കുന്ന സമയത്ത് ഇയാളെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്നെ പറഞ്ഞ് ഭയങ്കര പ്രശ്നക്കാരനാണ്, വേണ്ട വോട്ട് ചോദിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ പോയിട്ടില്ല. അമ്മ ഇപ്പോൾ സഹോദരനോടൊപ്പം മറ്റ് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, ഇപ്പം എൻ്റെ ഒരു രതീഷിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ വീടിനെ സംബന്ധിച്ച്. ക്രിമിനൽ എന്ന് പറയുന്നത് എന്താ പ്രശ്നം? കാപ്പ കേസിൽ നിലവിൽ പ്രതിയായിട്ടുള്ള ആളാണ്. രതീഷിന്റെ ജീവിതം ഏകദേശം മനസ്സിലായല്ലോ. അങ്ങനെ നമ്മുടെ ഈ ആശാൻ ഒരു പെണ്ണ് കെട്ടാൻ ഒരു കൊച്ചൊരാഗ്രഹം. തൻ്റെ കൂടെ താമസിക്കാൻ നല്ല കപ്പാസിറ്റിയും നല്ല മുടലെ ഒമ്പളം കയറ്റമൊക്കെ ഉള്ള ആൾ വേണം അല്ലേ. ചുമ്മാ സാധാരണപ്പെട്ടൊരു പെണ്ണൊന്നും ഇവനോടൊപ്പം താമസിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇവനൊരു പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഞാൻ ആദ്യമേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ആ സംഭവ വികാസങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കുകയാണ്. അവർ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അമ്മയെ കരയിപ്പിച്ചിറക്കി വിട്ടു. അവൻ അവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ആ പ്രതിജ്ഞയിൽ അവൻ പാലിക്കാൻ പോവുകയാണ് ആ പ്രതിജ്ഞ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ പെണ്ണുമായിട്ട് ഇവൻ അടുക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു മൊബൈൽ ചാറ്റ് വഴിയൊക്കെ ആ സ്നേഹം നടിച്ച് ആ പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായി. ഇനി ഈ പെൺകുട്ടിയുടെ പേര് വിദ്യാചന്ദ്രൻ. 10-20 വയസ്സായി, 2 കുട്ടികളുണ്ട്, ഭർത്താവൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഭർത്താവുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ കക്ഷിയുടെ ഒരു വരവ്. ആരുടെ വരവ്? രതീഷിൻ്റെ വരവ് ഇവളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അവൾക്കും വേണമല്ലോ ഒരു തുണ. എത്ര നാൾ ഈ ഒരു പെണ്ണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും? 10-20 വയസ്സായുള്ളൂ, 2 മക്കളുണ്ട്, ആ മക്കളെ വളർത്തണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ രതീഷ് വരികയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇവനോടൊപ്പം, ആ ക്രിമിനലിനോടൊപ്പം, ആ വാക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അടിവരായിട്ട് പറയേണ്ട സംഭവം, ആ ക്രിമിനലിനോടൊപ്പം ഈ പെൺകുട്ടി ജീവിക്കാനായിട്ട് ആ കുത്തഴിഞ്ഞ വീട്ടിലേക്ക് പോവുകയാണ്. ഇവനോട്ട് എങ്ങനെ പരിചയമാണ് മോള്? മൊബൈൽ വഴി ചാറ്റ് ചെയ്ത് കണ്ടു. എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ചോ? നമ്മള് അല്ല, ഇവള് ഇങ്ങനെ മൊബൈലിൽ ആദ്യം കേട്ടപ്പം വായിക്കൂല എന്ന് പറഞ്ഞ അവക്ക് ഇഷ്ടമില്ലായിരുന്നു. രണ്ടാമത് ഇവ അവിടെ കൂടെ പോയപ്പോ എന്താ മൊബൈൽ നമ്പർ വാങ്ങിച്ച് ചാറ്റ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും അറിയുന്ന വിഷയമല്ല. എന്നിട്ട് ഒരു ജൂൺ 7-ാം തീയതി ആയപ്പോ ഇവള് ഇതേപോലെ അവനുമായിട്ടൊക്കെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് കറങ്ങാൻ വിളിച്ചോണ്ടൊക്കെ പോയിട്ട് അവൾ ഇറങ്ങി പോയതല്ലേ എന്ന് കണക്കായി നമ്മള് പിടിച്ചണച്ചവർ രണ്ടുപേരെ. ആ പെൺകുട്ടി അവനോടൊപ്പം ജീവിക്കാനായിട്ട് ആ പടി കടക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മ കാല് പിടിച്ച് പറയും, മക്കളെ പോവരുത്, ഇനി മരണത്തിലേക്ക് പോവുകയാണ്, നിന്റെ ദുരന്തത്തിലേക്ക് പോവുകയാണ്, ഒരിക്കലും അവൻ ശരിയല്ല എന്നൊക്കെ കാല് പിടിച്ച അമ്മ പറഞ്ഞു. അവൾ കേട്ടില്ല. തൊട്ടുപിറകിൽ അവളുടെ അച്ഛനും പറഞ്ഞു, മോളെ പോകരുത്, എൻ്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതാണ്, അവൻ്റെ തനി സ്വരൂപം എനിക്കറിയാം, അതുകൊണ്ട് പോകല്ലേ എന്ന് ആ അച്ഛനും പറഞ്ഞു. ലോകര് മുഴുവൻ പറഞ്ഞു, വിദ്യ
ഇത് ശരിയല്ല, അവൻ ചതിക്കും എന്നുള്ള ആ കാര്യമൊക്കെ ഒരുപാട് വാണിംഗ് കൊടുത്തിട്ടും അവൾ കേട്ടില്ല. ആ 2 കുട്ടികളെയും, ആദ്യ ഭർത്താവിലുള്ള 2 കുട്ടികളെയും, പിള്ളേരാ കേട്ടോ, കുഞ്ഞു പിള്ളേരാണ്, ആ 2 കുഞ്ഞു പിള്ളേരെയും തൂക്കിയെടുത്തുകൊണ്ട് അവനോടൊപ്പം ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് വിദ്യാചന്ദ്രൻ ആ വീട്ടിലേക്ക് വന്ന് കയറി. ഇവൻ്റെ പോകുള്ളൂ എന്നുള്ള ഒറ്റ വാശിയായി. നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു, എങ്ങനെ പരിചയപ്പെടുന്നതിനോട്ട്? എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ഞാൻ ഇവളടുത്ത് തത്ത കുത്തി കയറുമ്പോൾ പറഞ്ഞ് ഇവർ നമ്മളെ 2 മൈൻഡ് ചെയ്യാതെ അവർ കറക്കവും ബഹളവും അങ്ങ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ അവർ തന്നെ തീരുമാനിച്ചു. അന്ന് ആദ്യമായിട്ട് നാട്ടുകാരെല്ലാം കൂടി ഒരു വല്ലാത്ത കാഴ്ച കാണുകയാണ്, ഒരു വല്ലാത്ത നിലവിളി കേൾക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് 2 കുട്ടികളുടെ നിലവിളി ഉച്ചത്തിൽ കേൾക്കുന്നു. ആരും ആ കുട്ടികളെ മാരകമായിട്ട് ഉപദ്രവിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വാവിട്ട് കരയുന്നു. ആരായിരിക്കും ഉപദ്രവിക്കുന്നത്? നമ്മുടെ വിദ്യാചന്ദ്രൻ്റെ 2ാം ഭർത്താവായിട്ടുള്ള രതീഷ്, അല്ലെങ്കിൽ കുട്ടികളുടെ 2ാം അച്ഛൻ. അങ്ങനെ മൃഗീയമായിട്ട് അവരെ ഉപദ്രവിക്കുന്നു. അതുകൂടാതെ അവർ വീണ്ടും ഒരു കാഴ്ച കാണുകയാണ്, ഒരു ഭയങ്കര വെട്ടുകത്തി എടുത്തുകൊണ്ട് ആ പാവം കുട്ടികളെ വെട്ടാനായിട്ട് ഓടിക്കുന്ന ആ രതീഷിൻ്റെ കാഴ്ച. എന്തായാലും വെട്ടിയില്ല എന്നുള്ള ആ രീതിയിലേക്ക് എത്തി അവസാനം കുട്ടികൾ ഇവിടെയൊക്കെ രക്ഷപ്പെട്ടെത്തിയത് അവരുടെ സ്വന്തം അച്ഛൻ്റെ അടുക്കിലേക്കാണ്. എന്തായാലും ആ ശല്യങ്ങളെ ഒഴിവാക്കി എന്നുള്ള സന്തോഷത്തിൽ രതീഷ് സന്തോഷവാനായി. കാരണം കുട്ടികളുടെ വലിയ ശല്യമാണല്ലോ, ആരുടെയോ കുട്ടികളാണ്, തനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നീക്കാൻ വയ്യ. ഇപ്പോൾ ആകെയുള്ളത് ഈ പെണ്ണിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ഈ രതീഷും വിദ്യാചന്ദ്രനും തമ്മിലുള്ള ഒരു ജീവിതം. ഈ 3 ദിവസം കഴിഞ്ഞപ്പോ കൊച്ചിനെ തേങ്ങ കൊട്ടുന്ന ഒരു വെട്ടത്തി കൊണ്ട് മൂത്ത ആൺകൊച്ചിനെ അവന് കണ്ടുകൂടാ. ഈ മൂത്ത കൊച്ചിനെ ഒരു തേങ്ങ കൊട്ടുന്ന വെട്ടത്തി കൊണ്ട് അരിപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്റെ വിട്ടിയത്തെ വീട് വരെ പിള്ളേരെ ഓട്ടിച്ച് വെട്ട ഓട്ടിച്ച് ആ കൊച്ചു വിളിച്ച് വിളിച്ച് ആ പിള്ളേക്ക് വീട് അറിഞ്ഞുകൂടാ. പിള്ളേർ 2 ഉപദ്രവിക്കുക. ഓ പിന്നെ ഈ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഒരാൾക്ക് പോലും അറിയത്തില്ല. തൊട്ടടുത്ത് കുറേ വീടുകളുണ്ട്, അവർക്കൊന്നും അറിയത്തില്ല ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന്. ആരൊക്കെ രാത്രി വരുന്നു പോകുന്നു, വെള്ളമടി വീരന്മാർ, കുറച്ച് പിള്ളേർ കൂടുന്നുണ്ട്, ഒറ്റത്തുള്ള അട്ടഹാസം കേൾക്കുന്നുണ്ട്, ഈ സ്ത്രീയുടെ അതായത് വിദ്യാചന്ദ്രൻ്റെ ബഹളം കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ വിഷയം ആ വീട്ടിലുണ്ട്. പക്ഷേ ആർക്കും ആ വീട്ടിലേക്ക് പ്രവേശനമില്ല. രതീഷിന് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് എന്താ രതീഷ് അവിടെ എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ പോലും ആരും മെനക്കെടുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, കുറച്ച് മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെയുള്ള ചുറ്റുപാടുള്ളവരുമായിട്ട് പോലും ഒരു ബന്ധം അവനിങ്ങനെ വെക്കാറില്ല. അവിടെ ഇപ്പോൾ ആളുതാ ഉണ്ട്, ഈ പെൺകുട്ടി ഉണ്ടോ എന്നോ പോലും ചുറ്റുപാടുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് കുറേ അറിയില്ല. കാരണം ആ പെൺകുട്ടി തന്നെ പലരോടും പറഞ്ഞിട്ടുള്ളത് വീട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തേക്ക് എന്ത് ചെയ്യാറില്ല, അവിടെ പോയാൽ തുറന്നു വിടാറില്ല. മദ്യപിച്ച് ലക്ക് കിട്ട് നമ്മുടെ രതീഷ് നന്നായിട്ട് ഉറങ്ങുകയാണ്. ഉറക്കത്തിൻ്റെ ഏതോ യാമത്തിൽ അയാൾ ഞെട്ടി ഉണർന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? താൻ കൂട്ടിക്കൊണ്ടുവന്ന ആ സ്ത്രീയോടൊപ്പം മറ്റൊരാൾ നിൽക്കുന്നു, അതും തൻ്റെ അടുത്ത സുഹൃത്തായ ഒരുത്തനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് അയാൾ കാണുന്നത്. ഏതെങ്കിലും പുരുഷൻ നയിക്കാൻ പറ്റുമോ? അതോടെ തുടങ്ങി അവളുടെ കഷ്ടകാലം. ഇവന് ഒരു ദിവസം കുടിച്ചോണ്ട് നിന്നപ്പോൾ അവനും ഇവനും കൂടെ കുടിച്ച് എവിടെ കിടക്കായി കിടന്നു. ഇവൻ ചാടി നയിച്ചപ്പോൾ മാമ വീട്ടിനകത്തോട്ട് അവൻ പോയില്ല. അവന് കറക്കമുണ്ട്. അന്ന് മുതൽ രതീഷിൻ്റെ ഉള്ളിൽ ആ വലിയ ചെകുത്താൻ പുറത്തേക്ക് ചാടുകയാണ്. അവൻ കണ്ട കാഴ്ചയൊക്കെ അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോകത്തില്ല. അവൻ ആകപ്പാടെ പിശാചായിട്ട് മാറി. പിന്നെ ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നത് പൈശാചികതയുടെയും പീഡനത്തിൻ്റെ നാളുകളായിരുന്നു. നല്ല തേപ്പൂട്ടിയൊക്കെ ഇങ്ങനെ ചൂടാക്കും, എന്നിട്ട് രഹസ്യഭാഗങ്ങളിലൊക്കെ പൊള്ളിപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ തേപ്പൂട്ടി വെച്ച് രഹസ്യഭാഗങ്ങളിലൊക്കെ പൊള്ളിക്കുന്ന ഒരു ഭീകരത നിങ്ങൾ ചിന്തിച്ച് നോക്കും. അതുമാത്രമല്ല വീടിന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. പല രാത്രികളിൽ ഈ പെൺകുട്ടി കിടന്നുറങ്ങുന്നത് വാഴപ്പണയിലും റോഡിലൊക്കെയാണ്. ആൾക്കാരൊന്നും ഇവനെ പേടിച്ച് എന്താ മോളെ പറ്റിയെന്നും ആരും ചോദിക്കത്തില്ല. അങ്ങനെ മൃഗതുല്യമായ ജീവിതമാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ പിന്നീട് നയിച്ചത്. എല്ലാം സഹിച്ച് എനിക്കിതാണ് മനസ്സിലാവുന്നത്. ഇത്രയൊക്കെ പീഡനം ഉണ്ടായിട്ട് പോലും ആ പെൺകുട്ടി എന്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയില്ല? അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, പോട്ടെ മോളെ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്. എങ്കിലും ആ പെൺകുട്ടി ആ പീഡനങ്ങളെല്ലാം സഹിച്ച് അവിടെ താമസിക്കുകയാണ്. ഇവനെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നു, അവനെ തന്നെ ഈ പെൺകുട്ടി പോയി ഇറക്കുന്നു, വീണ്ടും വഴക്കാവുന്നു, വീണ്ടും ഇവനെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നു, വീണ്ടും കൊണ്ട് ഇറക്കുന്നു. അങ്ങനെ 6-7 തവണ കേസ് കൊടുക്കുന്നു, ഇറക്കുന്നു, കേസ് കൊടുക്കുന്നു. എങ്കിലും ഈ പീഡനം സഹിച്ചുകൊണ്ട് പെൺകുട്ടി അവിടെ തന്നെ താമസിക്കുകയാണ്. ഇവൻ്റെ അടിമയായിട്ട്, ആ വാക്കാണ് വളരെ പ്രസക്തമായ വാക്ക്, അടിമയായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. ഇയാൾ ഭയങ്കര ഉപദ്രവകാരിയാണെന്ന് മനസ്സിലാക്കണം. ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഉപദ്രവിച്ചതിന് ശേഷം പോലീസിൽ കേസ് എടുക്കണം. പോലീസുകാർ തന്നെ പറഞ്ഞത് അവർ തന്നെ ഇത് മുമ്പേ പ്രതീക്ഷിച്ച കാര്യമാണ്. പിന്നെ ഇനി ഇയാൾ ഓരോ കേസ് കഴിഞ്ഞിറങ്ങുമ്പോഴും ഇനി ഇയാളെ കൂടെ പോവരുതെന്ന് കൊടുത്തിട്ടുണ്ട്. ദേഹത്തൊക്കെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിച്ചതിന് ശേഷം കേസൊക്കെ ആയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ വീണ്ടും അവിടെ ചെന്ന് ഇപ്പം ഈ ഒരു പ്രശ്നമൊക്കെ നടന്ന് ഇപ്പം 2 ആഴ്ച ആയതേ ഉള്ളൂ ഇയാളെ കൂടെ വന്നിട്ട്. ആ സമയത്ത് അലമാരയിൽ നിന്ന് ലോക്കർ കുത്തി തുറന്ന് 12,000 രൂപയും എടുത്ത് ഈ പെങ്കൊച്ചിൻ്റെ പേരിൽ നിരപ്പിലെവിടെയോ ഒരു 3 സെന്റ് സ്ഥലവും വീടും ഉണ്ടാക്കും. അതിൻ്റെ പ്രമാണം എടുത്തുകൊണ്ടാണ് ഇയാളെ കൂടെ പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടുന്നത്. ആ വീട്ടിൽ ഒരു അത്യാഹിതം നടന്നിരിക്കുന്നത് അറിയാമല്ലോ. എന്തായിരിക്കും?
അവൾ മരണപ്പെട്ടിരിക്കുന്നു. ആര്? വിദ്യാചന്ദ്രൻ. ആരുടെ കൈകൊണ്ട്? രതീഷിൻ്റെ കൈകൊണ്ട്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടി ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ആ കട്ടിൽ ഇങ്ങനെ മലമല കിടക്കുകയാണ് വിദ്യാചന്ദ്രൻ. തൊട്ടപ്പുറത്ത് ഇരുമ്പ് വടിയെ കിടപ്പുണ്ട്, അതിലൊക്കെ ചോര പറ്റി കിടപ്പുണ്ട്. ചോര ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്, കണ്ണൊക്കെ അടിച്ച് തകർത്തുണ്ട്. അത്രയും മൃഗീയമായിട്ടുള്ള പരിക്കുകളാണ് ശരീരത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. ഒരു യുദ്ധം നടന്ന പ്രതീതിയാണ് ആ വീട്ടിലെല്ലാം, ആ മുറിയിലെല്ലാം കാണാൻ പറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. എന്നിട്ട് വളരെ വലിയ വീരവാദത്തോടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചറിയിക്കുകയാണ്, അളിയാ ഞാൻ അവളെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വളരെ വീരവത്തോടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഭവം ക്ലീനാക്കി. ചുരുക്കി പറഞ്ഞാൽ അവൻ ആദ്യം പറഞ്ഞൊരു പ്രതിജ്ഞ ഏതാണ്? ഞാൻ ഒരാളെ കൊല്ലും. ആരെയാണ് കൊന്നതെന്ന് മനസ്സിലായല്ലോ? സ്വന്തം ഭാര്യ, അല്ലെങ്കിൽ തന്നോടൊപ്പം ഇറങ്ങി തിരിച്ച ആ സ്ത്രീയെ തന്നെ അവൻ കൊലപ്പെടുത്തി. അവൻ്റെ പ്രതിജ്ഞ നിറവേറ്റി. സ്ത്രീ എങ്ങനെയും കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കാം? പ്രകോപനം എന്തായിരിക്കും? അയാൾ പറയണേന്ന് പറഞ്ഞ് ഇവൾ ആള് ശരിയല്ല. ഈ പെൺകുട്ടിയുടെ മരണം ഒരു വല്ലാത്തൊരു മരണമായിപ്പോയി. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഒരു അനാഥ പ്രേതത്തെ പോലെ തന്നെയാണ് പെൺകുട്ടിയുടെ ബോഡി അടക്കിയത്. സ്വന്തം 2 മക്കളുണ്ടല്ലോ, കുഞ്ഞു പിള്ളേർ, 10 വയസ്സിനുള്ളിലുള്ള 2 പിള്ളേരുണ്ടല്ലോ, ആ മക്കളെ ആദ്യ ഭർത്താവ്, അതായത് കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഈ ബോഡി കാണിക്കാൻ അവിടെ കൊണ്ടുവന്നില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ആഗ്രഹം കാണും, പക്ഷേ ആ കുഞ്ഞുങ്ങളെ പോലും അറിയിച്ചില്ല. അങ്ങനെ ആരുമില്ലാതെ ഒരു അനാഥ പ്രേതമായിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ അവസാനിച്ചു. പലരും പറയുന്നു ഇത് ഒരു ചോദിച്ചു വാങ്ങിയ മരണമാണ്. ഒരുപാട് തവണ പോലീസ് പോലും വാണിംഗ് കൊടുത്തതാണ്, ഇത്രയും വലിയ ക്രിമിനലാണ്, അവൻ എന്താ ചെയ്യുന്നത് അവന് പോലും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ പോലീസ് ഈ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് പോലും നടത്തുകയാണ്. എന്നിട്ട് പോലും അവനോടൊപ്പം ജീവിക്കാൻ ഇവൾ വെമ്പൽ കാട്ടി. അവസാനം എന്ത് സംഭവിച്ചു? മരണം അവൾ ചോദിച്ച് വാങ്ങി. 100% അവൾ എരന്ന് ചോദിച്ചാണ്, അങ്ങോട്ട് പൈസ കൊടുത്ത് എരന്ന് ചോദിച്ച മരണം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എൻ്റെ 100% അതാണ്. ഇനി അവൻ വല്ലതും കൊടുക്കുമെന്നുള്ള കൊടുത്താണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടി പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോകില്ല. മരണം 2 വിധത്തിലുണ്ട്. ഒന്ന് ചോദിച്ചു വാങ്ങുന്നത്, മറ്റൊന്ന് തേടി വരുന്നത്. എങ്ങനെയാണ് തേടി വരുന്നത് അല്ലേ? നമ്മളിപ്പോൾ നടന്നു പോവുകയാണ്, ഇപ്പോൾ പുറകെ കൂടെ വന്നൊരു വണ്ടി ഇടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മരത്തിൽ കയറുകയാണ്, മരത്തിൽ നിന്ന് ഊർന്ന് വീണു. അതൊക്കെ നമ്മളെ തേടി വരുന്നതാണ്. നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല ആ മരണം വരുന്നത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അല്ലേ? നമ്മുടെ വിധി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ചോദിച്ചു വാങ്ങുന്നതോ? ഈ പെൺകുട്ടിയുടെ ജീവിതം ആലോചിച്ച് നോക്കും. ഒരുപാട് തവണ രക്ഷപ്പെടാനുള്ള അവസരം പലരും കൊടുത്തതാണ്. പോലീസ് പറഞ്ഞു, സ്വന്തം വീട്ടുകാർ പറഞ്ഞു, അവൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടും ഉണ്ടാവും. എങ്കിലും അവൻ്റെ അടിയും ആട്ടും തുപ്പും എല്ലാം കേട്ടുകൊണ്ട് മരണം അവൾ ചോദിച്ചു വാങ്ങി. മരണം തേടി വരട്ടെ, നമ്മൾ ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പോടെ നിർത്തിയാലോ? നന്ദി, നമസ്കാരം.